മണിനാദം ഉയരുന്നിതാ, ബലിവേദി ഉണരുന്നിതാ. ദൈവദൂതർ നിരനിരയായി മാനം വിട്ടു മണ്ണിൽ വന്നിരുന്നു. ദൈവദൂതർ നിരനിരയായി മാനം വിട്ടു മണ്ണിൽ വന്നിരുന്നു. ബലിയിൽ ചേരാൻ ഇരു കൈകൾ കൂപ്പി നിരന്നു. ബലിയിൽ ചേരാൻ ഇരു കൈകൾ കൂപ്പി നിരന്നു. ദീപം തെളിഞ്ഞു, ബലിപീഠം ഒരുങ്ങി, ധൂപം ഉയർന്നു, അൾത്താരയും ഒരുങ്ങി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും ഈ പള്ളി കൂദാശ കാലം 3-ാമത്തെ ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ ദിവസം ഈ ഷാലോം TV-യുടെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളിലും താമസിക്കുന്നവരാണ്. യേശുവിൻ്റെ സന്നിധിയിൽ നമ്മൾ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഈ ബലിയിൽ പങ്കെടുക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. യോഗ്യതയോടും വിശുദ്ധിയോടും കൂടെ ഈ ബലി അർപ്പിക്കുവാൻ വേണ്ട വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം വർഷിക്കണമേ എന്നുള്ള യാചനയോടുകൂടെ നമുക്ക് ഈ ബലിയിലേക്ക് കടന്നു വരാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നമമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെയാണ് സീടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും
പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. താതനും അതുപോലാത്മജനും ഓകായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം.
സ്വർഗസ്ഥിതനാം താരാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതി തന്നെ സ്തുലമഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, മിശിഹാ വഴി സഭയെ സ്ഥാപിക്കുകയും സ്വർഗീയ സൗന്ദര്യത്താൽ അവളെ അലങ്കരിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കൂദാശകൾ വഴി സഭയിൽ രക്ഷപ്രദാനം ചെയ്യുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഭാപ്രതിഷ്ഠയെ അനുസ്മരിക്കുന്ന ഞങ്ങളെ ആത്മശരീര വിശുദ്ധിയോടെ ഈ ബലി അർപ്പിക്കുവാനും മാലാഖമാരുടെ ഒത്ത് അങ്ങേ സ്തുതിക്കുവാനും ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും. അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്വസ്തിനുമെന്നെന്നും. അനവധ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവ
നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 54, 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. കർത്താവ് അരുളി ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടിയാർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക. ഏകാകിനിയുടെ മക്കളാണ് ഭർതൃമതികളുടെ മക്കളേക്കാൾ അധികം. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശ്ശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. നീ ഇരുവശത്തേക്കും അതിരുഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനനിബിഡമാക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയുമാവുകയില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, വൈദവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയുമില്ല. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവൻ്റെയും ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. പരിത്യക്തയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സന്തപ്ത ഹൃദയയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. നോഹയുടെ കാലം പോലെയാണ് ഇത് എനിക്ക്. അവൻ്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നോട് ഒരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും
സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, ഹെബ്രായർക്കാർ എഴുതപ്പെട്ട ലേഖനം 9-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. അതിനുമീതെ കൃപാസനത്തിന്മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിൻ്റെ കേരൂബുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ വിവരിക്കുന്നില്ല. ഇവ ഇപ്രകാരം സജ്ജീകരിച്ച ശേഷം പുരോഹിതർ എല്ലാ കാലത്തും ആദ്യത്തെ കൂടാരത്തിൽ പ്രവേശിച്ച് ശുശ്രൂഷ നിർവഹിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കൂടാരത്തിലാകട്ടെ പ്രധാന പുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടിയും അജ്ഞാതിയാൽ ചെയ്തുപോയ തെറ്റുകൾക്ക് ജനത്തിനു വേണ്ടിയും അർപ്പിക്കാനുള്ള രക്തവുമായി ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നു. ആദ്യ കൂടാരത്തിന് നിലനിൽപ്പുണ്ടായിരിക്കെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പാത ഇനിയും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു. അർപ്പകന്റെ അന്ധകരണം തികവുറ്റതാക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളും അർപ്പിക്കുന്ന ഈ കാലത്തിൻ്റെ സാദൃശ്യമാണിത്. പുതിയ ക്രമം നിലവിൽ വരുന്നതുവരെ ഭക്ഷണപാനീയങ്ങൾ, പലവിധ ക്ഷാളനങ്ങൾ, ശാരീരിക വിധികൾ എന്നിവയെപ്പറ്റി മാത്രം ഇവ പ്രതിപാദിക്കുന്നു. എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി വന്ന മിശിഹ കൂടുതൽ വലുതും പൂർണ്ണവും ഹസ്തനിർമ്മിതമല്ലാത്തതുമായ, അതായത് ഈ സൃഷ്ടിയുടേതല്ലാത്ത കൂടാരത്തിലൂടെ കോലാടുകളുടെയോ കാളക്കുട്ടികളുടെയോ അല്ലാതെ സ്വന്തം രക്തത്തിലൂടെ നിത്യരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഒരിക്കൽ മാത്രം എന്നേക്കുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. കാരണം കോലാടുകളുടെയും കാളക്കുട്ടികളുടെയും രക്തം തളിക്കുന്നതും പശുകിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാത്ത ദൈവത്തെ തന്നെ സമർപ്പിച്ച് മിശിഹായുടെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശദീകരിക്കുകയില്ല. ഇതുകൊണ്ട് വിളിക്കപ്പെട്ടവർ നിത്യാവകാശത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് ആദ്യത്തെ ഉടമ്പടിക്ക് കീഴിലെ ലംഘനങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി നടന്ന മരണത്തിലൂടെ അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമിൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനോഗ്രഹപൂരിത കവിതൻ തൂലിക പോലെന്നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കെന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ.
സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ ഈശോ ജെറുസലേമിലേക്ക് പോയി കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റുവാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ ചരടുകൊണ്ട് ചാട്ടയുണ്ടാക്കി അവരെ എല്ലാം, ആടുകളെയും കാളകളെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകൾ വിൽക്കുന്നവരോട് അവൻ പറഞ്ഞു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ഭവനത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇവ ചെയ്യുന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്? ഈശോ മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. അപ്പോൾ യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരങ്ങൾ എടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നു എന്ന് ഓർക്കുകയും അങ്ങനെ ലിഖിതവും ഈശോ പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ എനിക്ക് അത്രയും സ്നേഹമുള്ളവരെ, നമ്മുടെ ആരാധനാക്രമം അനുസരിച്ച് നമ്മളിന്ന് പള്ളി കൂദാശക്കാലം 3-ാമത്തെ ഞായറാഴ്ചയിൽ എത്തി നിൽക്കുകയാണ്. പള്ളി കൂദാശക്കാലം സഭ നമ്മളെ അനുസ്മരിക്കുന്നത് സഭാപ്രതിഷ്ഠയെക്കുറിച്ചാണ്. സഭയുടെ സ്വർഗീയ മഹത്വത്തെക്കുറിച്ചും സ്വർഗീയ ആരാധനയെക്കുറിച്ചുമാണ് പള്ളി കൂദാശക്കാലത്തിൽ ചിന്തകൾ നമുക്ക് പങ്കുവെച്ചു തരിക. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ 3 വായനകളിലും ബലിയെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും സംസാരിക്കുന്നത്. സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ നമ്മൾ കണ്ടു, യേശുനാഥൻ ജെറുസലേം ദേവാലയത്തിൽ കടന്നു വരികയും ദേവാലയത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന സംഭവമാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങളിൽ നിന്നും ശ്രവിച്ചത്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ജെറുസലേമും ജെറുസലേം ദേവാലയവും അവരെ സംബന്ധിച്ച് ദൈവ അനുഭവത്തിൻ്റെ സ്ഥലമാണ്. അതുകൊണ്ട് ഈ പ്രധാനമായിട്ടുള്ള സ്ഥലത്തെ, ഈ വിശുദ്ധ സ്ഥലത്തെ, ദൈവം വസിക്കുന്ന ഈ സ്ഥലത്ത് വർഷത്തിൽ 1 പ്രാവശ്യം കടന്നു വരികയും ബലിയർപ്പിക്കുകയും ചെയ്യണമെന്നുള്ളത് അവരെ എല്ലാ യഹൂദരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ ജെറുസലേം ദേവാലയത്തിലാണ് യഹൂദജനം അവരുടെ വാഗ്ദാന പേടകത്തെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. മരുഭൂമിയിൽ കൂടിയുള്ള അവരുടെ യാത്രയിൽ അവർ ഈ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ടാണ് വന്നത്. ആ വാഗ്ദാന പേടകം ജെറുസലേം ദേവാലയത്തിൻ്റെ ഹോളി ഓഫ് ഹോളിയിലെ വിശുദ്ധമായ സ്ഥലത്ത് അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വാഗ്ദാന പേടകത്തിലാണ് ദൈവം മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളടങ്ങുന്ന ആ ഫലകവും മരുഭൂമിയിലുള്ള ഇവരുടെ യാത്രയിൽ ദൈവം കൊടുത്ത സംരക്ഷണത്തിൻ്റെതായ മന്ന അപ്പവും അഹറോൻ്റെ വടിയും സൂക്ഷിച്ചിരിക്കുന്നത് ഈ വാഗ്ദാന പേടകത്തിലാണ്. അതുകൊണ്ട് ജെറുസലേം ദേവാലയത്തിൽ വരിക, ബലി അർപ്പിക്കുക എന്നുള്ളത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഭവവും സാഹചര്യവുമാണ്. നമുക്കറിയാം, യഹൂദരെല്ലാവരും ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് ബലിയിൽ പങ്കെടുക്കാനും ബലി അർപ്പിക്കാനും വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ കണ്ടുമുട്ടിയതുപോലെ യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് പല സാഹചര്യത്തിലും കടന്നു വന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യമല്ല, പല സമയത്തും യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വന്ന ഒരു സാഹചര്യമാണ്. അത് യേശുവിന് 12 വയസ്സായിരുന്നപ്പോഴേ യേശുവിൻ്റെ മാതാപിതാക്കന്മാർ, യൗസേപ്പ് പിതാവും മാതാവും യേശുവിനെയും കൊണ്ട് ജെറുസലേം ദേവാലയത്തിലെ ഒരു തിരുനാൾ ആഘോഷത്തിന് വേണ്ടി കടന്നു വന്നിരുന്നു. ഈ തിരുനാൾ ആഘോഷങ്ങൾ കഴിഞ്ഞ് മാതാപിതാക്കന്മാർ തിരിച്ചു പോയ അവസരത്തിൽ യേശു കൂടത്തിലുണ്ടായിരുന്നില്ല. 3 ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് മനസ്സിലായി യേശു കൂടത്തിലില്ല എന്ന്.
യോസേപ്പ് പിതാവും മാതാവും കൂടെ യേശുവിനെ അന്വേഷിച്ച് തിരിച്ച് ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വന്നു. യേശുവിനെ മുട്ടിയപ്പോഴേ മാതാവ് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ എന്നാ ഈ ചെയ്തത്? നിന്റെ പിതാവും ഞാനും കൂടെ ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നുവല്ലോ എന്ന് മാതാവ് പറഞ്ഞ അവസരത്തിൽ യേശു ഇവരോടൊരു മറുപടി പറഞ്ഞു. യേശു പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്കറിയത്തില്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് ഈ 12 വയസ്സായിരുന്ന സമയത്തും കടന്നു വന്നത് പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകാൻ വേണ്ടിയിട്ടാണ്. പിതാവിനെ മനസ്സിലാക്കുവാൻ, പിതാവിൻ്റെ സ്വരം കേൾക്കുവാൻ, പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, ഇങ്ങനെ ദൈവപിതാവിനെ കണ്ടുമുട്ടുവാനും അനുഭവിക്കുവാനും വേണ്ടി മാത്രമാണ് യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് ഈ ചെറുപ്രായത്തിൽ പോലും കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോഴേ ജെറുസലേം ദേവാലയത്തിൻ്റെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും വളരെ മോശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെയെല്ലാം യേശു ഒരു ശുദ്ധികലശം നടത്തുന്ന അവസരത്തിൽ അവിടെ എഴുതി വച്ചിരിക്കുന്ന വചനം, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്ന വചനം, അവൻ ഇതെല്ലാം ചെയ്തതിന് ശേഷം പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അതിനുശേഷം എഴുതി വച്ചിരിക്കുന്നത്, അവിടുത്തെ ഭവനത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. ജെറുസലേം ദേവാലയം യേശുവിനെ സംബന്ധിച്ച് പിതാവിൻ്റെ ഭവനമാണ്. ഈ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിച്ചുകൊണ്ടാണ് യേശു എപ്പോഴും ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് യേശു ഇങ്ങനെയൊരു സാഹചര്യം ജെറുസലേം ദേവാലയത്തിൽ രൂപപ്പെടുത്തുവാൻ വേണ്ടി തയ്യാറായത്. പിതാവിൻ്റെ സ്വരം കേൾക്കുവാൻ, പിതാവിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ, പിതാവിൻ്റെ സ്നേഹം ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രമാണ് യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് വരിക. പക്ഷേ ഓരോ യഹൂദനും ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് ബലി അർപ്പിക്കുവാൻ, ഏതെങ്കിലും കാളകളെ, പ്രാവുകളെ, ചെങ്ങാലികളെയൊക്കെ ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കടന്നു വന്നിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, യഹൂദ ജനത്തിന് ജെറുസലേം ദേവാലയം എന്നതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇടവക ദേവാലയമുണ്ട്. നമ്മുടെ ഇടവക ദേവാലയം നമുക്കുണ്ട്. തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ഇടവക ദേവാലയത്തിൽ പോകുന്നവരാണ് നമ്മളൊക്കെ. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, നമ്മൾ എന്തിനാണ് നമ്മുടെ ഇടവക ദേവാലയത്തിൽ പോകുന്നത്? യഹൂദജനം ബലിയർപ്പിക്കുവാൻ വേണ്ടി ജെറുസലേം ദേവാലയത്തിൽ പോയതുപോലെ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ഇടവക ദേവാലയത്തിൽ പോകുന്നത് ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ നമുക്ക് യേശുവിൻ്റെ ഈ മനോഭാവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ നമ്മുടെ ഇടവക ദേവാലയത്തിലേക്ക് പോകുന്നത് ദൈവത്തിൻ്റെ ഭവനത്തിൽ പോകുന്ന അനുഭവത്തിന് വേണ്ടിയിട്ടാകട്ടെ. യേശു ജെറുസലേം ദേവാലയത്തിൽ പോയത് എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ പോകാൻ വേണ്ടിയിട്ട് ആയതുപോലെ എൻ്റെ ഇടവക ദേവാലയം എൻ്റെ പിതാവിൻ്റെ ഭവനമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവപിതാവിനെ കേൾക്കുവാൻ, ദൈവപിതാവിൻ്റെ സ്നേഹം ഉൾക്കൊള്ളുവാൻ, ദൈവപിതാവിൻ്റെ ഹിതമറിയുവാൻ വേണ്ടി ഇടവക ദേവാലയങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി നമ്മുടെ ജീവിതങ്ങളിൽ സാധിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് കുറിച്ച് വെക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്തിനാണ് എൻ്റെ ഇടവക ദേവാലയത്തിൽ പോകുന്നത്? കുമ്പസാരിക്കുവാൻ വേണ്ടി, സ്ഥൈര്യലേപനം എന്നുള്ള കൂദാശ സ്വീകരിക്കാൻ വേണ്ടി, വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാൻ വേണ്ടി, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ കടന്നു പോകുമ്പോഴേ എൻ്റെ ഉള്ളിലുള്ള മനോഭാവം എന്താണ്? ദൈവപിതാവിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടി ഇടവക ദേവാലയങ്ങളിൽ പോകുവാൻ വേണ്ടി നിങ്ങളുടെ ജീവിതങ്ങളിൽ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ദേവാലയത്തെക്കുറിച്ച്, ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ ചിന്തയുമായിട്ട് നമ്മൾ ഇന്ന് വിലയർപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ COVID-19 പശ്ചാത്തലത്തിലാണ് കടന്നു പോകുന്നത്. നമുക്ക് പലർക്കും ഇപ്പോഴും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഇടവക ദേവാലയത്തിൽ പോകുവാനും ബലിയിൽ സംബന്ധിക്കുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടി നമുക്ക് സാധിക്കത്തില്ല. നമുക്കത് സാധിക്കുന്നില്ല, കുറേ കാലങ്ങളായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മുടെ ഈ COVID-19 നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നൽകിയ ഒരു മാറ്റം എന്ന് പറയുക, നമ്മുടെ കുടുംബത്തെ ഒരു ദേവാലയമാക്കി തീർക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അതാണ് ഈ ശാലോം TV-യിൽ കൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിലിരുന്ന് ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴേ നമ്മുടെ കുടുംബം ഒരു ദേവാലയമാക്കി തീർക്കാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും സമയവുമാണ് ഈ കാലഘട്ടം എന്ന് പറയുക. മാതാപിതാക്കന്മാർക്കും മക്കൾക്കും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നമ്മുടെ വീട്ടിലിരുന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടി സാധിക്കുന്നു. നമ്മുടെ കുടുംബം ഒരു ദേവാലയമാണ്. ഇപ്പം കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് കൂടി ബലിയിൽ പങ്കെടുക്കുവാൻ,
കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ, കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് കൂടി വചനം പങ്കുവെക്കുവാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ നമുക്ക് സഭ ഒരു സാഹചര്യവും അവസരവും തന്നിരിക്കുന്നു. എങ്കിൽ ഈ COVID-19 കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഒരു ദേവാലയമാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കാം. അപ്പോൾ നമ്മുടെ കുടുംബം സ്നേഹത്തിൻ്റെ പങ്കുവെക്കലായി തീരുമ്പോഴേ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായി തീരുമ്പോഴേ നമ്മുടെ കുടുംബം ഒരു ദേവാലയമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇടവക പള്ളിയിലെ ദൈവപിതാവിൻ്റെ സ്നേഹം ഉൾക്കൊള്ളാൻ വേണ്ടി കടന്നു പോകുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലെ നമ്മൾ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ പങ്കുവെക്കലായി തീരുമ്പോഴേ നമ്മുടെ കുടുംബം ഒരു ദേവാലയമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമേ, ഞങ്ങൾ ജീവിക്കുന്ന ഈ കുടുംബത്തെ, ഞങ്ങളുടെ ഈ ചുറ്റുപാടുകളെ നീ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് വീട്ടിലിരിക്കാൻ വേണ്ടി സമയമില്ലായിരുന്നു. നമ്മളെല്ലാം ജോലി തിരക്കിലായിരുന്നു. നമ്മൾ ഓഫീസിൽ ജോലിക്ക് പോകണം, സ്കൂളിൽ പോകണം, പല സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ ഓടി നടക്കുകയാണ്. പക്ഷേ ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും സമയമുണ്ട്. വീട്ടിലിരിക്കാൻ വേണ്ടി സമയം നമുക്ക് COVID-19 കൊണ്ടു തന്നിരിക്കുകയാണ്. വീട്ടിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴേ നമ്മുടെ കുടുംബത്തെ ദേവാലയമാക്കുവാൻ വേണ്ട പരിശ്രമവും പ്രാർത്ഥനയുമായി തീരട്ടെ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം, കുടുംബം ഒരു ദേവാലയമാണ്. മൂന്നാമത്, ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്ന വേറൊരു കാര്യം, നമ്മുടെ ഹൃദയം ഒരു ദേവാലയമാണ്. പ്രത്യേകിച്ച് പൗലോസ്ലിയ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അവിടെ സ്നേഹമുള്ളവരെ, നമ്മുടെ ശരീരം, നമ്മുടെ ഹൃദയം ദൈവാത്മാവ് വസിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഇടവക ദൈവാലയത്തിലെ ദൈവം വസിക്കുന്നുണ്ട്, ദൈവം സന്നിഹിതനാണ്. അതുകൊണ്ട് നമ്മൾ ദേവാലയത്തെ പരിശുദ്ധമായി കണക്കാക്കുന്നു. ഇതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിലെ, എൻ്റെ ശരീരത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു ദേവാലയമാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയം ദേവാലയമായി തീരാൻ വേണ്ടി ഇടയാകണം. എൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ലാത്ത ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ ജെറുസലേം ദേവാലയത്തിൽ കടന്നു വന്ന് ഈ ചുറ്റുപാടുകളെ മാറ്റിയെടുത്ത യേശുനാഥൻ ഈ വിശുദ്ധ കുർബാനയിൽ കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുകയും ഹൃദയത്തെ ദേവാലയമാക്കി തീർക്കാൻ വേണ്ടി ഇടയാകുകയും ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മുടെ ഇടവക ദേവാലയം അത് പരിശുദ്ധമാണ്. ഈ ഇടവക ദേവാലയം ദൈവസ്നേഹത്തിൻ്റെ പങ്കുവെക്കലാണ്. നമ്മുടെ കുടുംബം ഒരു ദേവാലയമാണ്. ഈ കാലഘട്ടത്തിൽ ദേവാലയമാക്കുവാൻ വേണ്ടി നമ്മുടെ സ്നേഹത്തെ നമുക്ക് പങ്കുവെക്കാം. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ഹൃദയമാകുന്ന ദേവാലയത്തെ നമുക്ക് പരിശുദ്ധമാക്കാം. ഹൃദയമാകുന്ന ദേവാലയത്തെ പരിശുദ്ധമാക്കി യേശുവിനെ അവിടെ ഇരുത്തുവാൻ വേണ്ടി കഴിയുമ്പോഴേ നമ്മുടെ കുടുംബവും നമ്മുടെ ഇടവക ദേവാലയവും പരിശുദ്ധമായി തീരും, കൃപയുള്ളതായി തീരും. അതുകൊണ്ട് ഈ പള്ളിക്കൂദാശ കാലത്തിലെ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾക്ക് പങ്കെടുക്കുമ്പോഴേ ഈ ദേവാലയത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ട വലിയ കൃപയും അനുഗ്രഹവും നമുക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയും യാചനയുമായിട്ട് നമുക്ക് ബലി തുടരാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവി മഹത്വത്തെ സ്മരിച്ചുകൊണ്ട്, കർത്താവെ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ശ്ലീഹന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ജെറുസലേത്തേക്ക് സുരക്ഷിതമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും മേൽദക്ഷിണമായ മാർ റെമിജോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സഭയെ സ്നേഹിക്കുകയും നിർമ്മല വധുവായിരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുകാരാകുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. എല്ലാ ജനപദങ്ങളും നിന്നെ രക്ഷകനായി ഏറ്റുപറയുവാനും നിന്നിൽ ശാശ്വത സമാധാനം കണ്ടെത്തുവാനും രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ തുറമുഖവുമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു.
അങ്ങയുടെ കൃപാവരെ ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി ഭക്ഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിലവുമിതാ പാവനബലിപീഠേ സ്നേഹഭയങ്ങളോടണയുകനാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. അതുപോലാത്മജനം ദിവ്യറൂഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൂസേപ്പിനെയും സാദരമോർത്തിട പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ എന്നേക്കും ആമേനാമേൻ. സുതരുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തിലെ വീച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മതോമായേയും നിണസാക്ഷികളെയും സൽക്കമ്മികളെയും ബലിയിലോർത്തിട. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ
തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് ഏക സത്യമാകുന്നു. അവിടുന്ന് വഴിയും പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ ഏകമാമോദീസായും ശരീരത്തിന്റെ ഈർപ്പം നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹത്തിനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ വെച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആസ്വദിക്കണമേ. എൻ്റെ സഹോദരരെയും ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭീഷണം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യത്തിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് ഞങ്ങൾക്ക് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ
സ്നേഹമതും റൂഹാതൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായി അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും സ്വാഭ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവിന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളായി ഉന്നതവേദിയിലോസാന, ദാവീദിൻ സുതനോസാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവാനും ധന്യൻ. ഉന്നതവേദിയിലോസാന കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും
അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീരാവരെ ഉത്തരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടേ അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടേ അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനേ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസ്ത്രനിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മൗത്തമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാമ്പത്തിക സഭയുടെ തലവനും ഭരണാധികാരിയുമായി റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ എമേജിയോസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിത സന്യാസികൾ, അൽമായ പ്രേക്ഷിത ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ.
രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ സന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ എല്ലാ വിശുദ്ധാത്മാക്കളുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാകണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമുദീസയുടെ സജീവവും ജീവദായകമായ അടിയറത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരുമായി ദാസ് അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും പരിശുദ്ധവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാകുവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിനെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ശ്രേഷ്ഠ പുരോഹിതനായ അർവന്റെ വാഗ്ദാന പേടകത്തിൽ താൽക്കാലികമായി കൂടെ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപം അങ്ങ് പ്രസാദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ ദൈവമേ, പാവമാലിന്യങ്ങളെ കഴുകി അങ്ങയുടെ സ്നേഹത്തിൻ്റെ ദൈവപരിളത്തിൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ല ഇടയാം എനിക്കറിയാവുന്ന പറഞ്ഞുകൂടാത്തതുമായി എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവം ഞങ്ങളുടെ മകനെയും വിശുദ്ധവുമായ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ശുശ്രൂഷകരെ അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹാരി തിരുക്കരുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനമായ ബലിപീഠത്തെയും പാപമോചനകരമായ തിരുശരീര രക്തങ്ങളെയും അകന്ന് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും
ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് ഞങ്ങളുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്വർഗ്ഗത്തിലെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും സ്തുതിക്കുവാൻ ഞാൻ അത്തരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി ആവരിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, കൃപാപൂർണനായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു.
ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. വിശ്വാസമാകുന്ന പാറമേൽ തന്റെ സഭയെ പണിതുയർത്തുകയും സ്ലീഹന്മാരെയും പ്രവാചകന്മാരെയും സത്യപ്രബോധകരെയും സഭയ്ക്ക് നൽകുകയും ചെയ്യുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മെ ജീവികർത്താവ് വിശ്വമിച്ച കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. വിശ്വസ്തയായ സഭയെ, രാജാക്കന്മാരുടെ രാജാവായ പിതാവിന്റെ പുത്രി, നീ അനുഗ്രഹീതയാകുന്നു. പ്രിയ സഹോദരെ, സഭയിൽ സജ്ജമാക്കിയിരിക്കുന്ന മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് നമുക്ക് നിത്യജീവൻ അവകാശമാക്കാം. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെയുമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം അനുഭവിക്കുവാനും പൈതൃകമായ പരിപാലനയുടെ മാധുര്യം നുകരുവാനും അങ്ങ് ഞങ്ങളെ അനുവദിച്ചുവല്ലോ. പുതിയ ജെറുസലേമായ സഭയെ തിരഞ്ഞെടുത്ത അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ ദിവ്യഭവനത്തിൽ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാനും ഭാഗ്യം ലഭിച്ച ഞങ്ങളെ സകല സ്വർഗവാസികളോടും കൂടി അങ്ങയെ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കാരുണ്യവാനായ മിശിഹായേ, നിന്റെ അമൂല്യമായ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ തിരുവചനം ശ്രവിക്കുവാനും തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സഭയെ നിർമ്മലവധുവായി സ്വീകരിച്ച മിശിഹായെ, മനുഷ്യവർഗം മുഴുവൻ അവളെ രക്ഷയുടെ കുദാശയായി സ്വീകരിക്കുവാനും അക്ഷയമായ ജീവനാവാസികളായി തീരുവാനും ഇടയാക്കട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവാം മിശിഹ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാനിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ. ഏവം നാഥനരുൾ ചെയ്തു.
ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തിയും. ഞങ്ങളുടെ കർത്താവിന് അവരുടെ മേൽ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാവട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ.